ഇന്ത്യ US ബന്ധം കൂടുതൽ ശക്തമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റും തമ്മിൽ നടത്തിയ 3 മണിക്കൂർ നീണ്ട ചർച്ചയിൽ അബുദാബിയിൽ ഹൗസ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ ഇരുവരും തമ്മിൽ ധാരണയായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. UAE പ്രസിഡന്റ് ഇന്ത്യ സന്ദർശനത്തിലെ സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്നായി തന്നെ ഇതിനെ കണക്കാക്കാൻ സാധിക്കും എന്നതാണ് പുതിയ വസ്തുതയായി തന്നെ എടുത്തു പറയുന്ന കാര്യം. അതായത് UAEയിൽ ഇന്ത്യക്ക് മാത്രമായി തന്നെ ഒരു വീട് പണിയുന്നു അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലേക്കാണ്, അതിനോട് ഉപമിക്കുന്ന രീതിയിലാണ് ഇതിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴത്തിലുള്ള സാംസ്കാരിക ബന്ധത്തിന്റെ അടയാളമായിരിക്കും ഈ കേന്ദ്രം. ലുവ്ർ, അബുദാബി പോലുള്ള കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ലോകോത്തര മ്യൂസിയങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ തന്നെ ഹൗസ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ അനുവദിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഇടപഴകിന്റെ അല്ലെങ്കിൽ ആഴത്തിലുള്ള ബന്ധത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചും കരാറുകൾ ചർച്ച ചെയ്തു. ഇന്ത്യൻ സംസ്കാരം, കല, സാഹിത്യം, പൈതൃകം എന്നിവ UAEയിലെ ജനങ്ങൾക്കും വിനോദസഞ്ചാരികൾക്കും പരിചയപ്പെടുത്തുക എന്നതാണിപ്പോൾ സയ്യാദ് കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൽ സ്ഥാപിക്കുന്ന കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് ഇവിടെ എടുത്തു പറയുന്ന കാര്യം. ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രവും കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഗാലറികൾ, ക്ലാസിക്കൽ നൃത്തങ്ങൾ, സംഗീത പരിപാടികൾ, യോഗ സെക്ഷനുകൾ തുടങ്ങിയ സാംസ്കാരിക പരിപാടികൾക്കുള്ള വേദികൾ, ഇന്ത്യൻ സാഹിത്യത്തെയും അതുപോലെ തന്നെ ആ ഭാഷകളെയും അതിനെക്കുറിച്ചുള്ള പുരസ്കാരങ്ങൾ ലഭ്യമാകുന്ന ഗവേഷണ കേന്ദ്രം, ഇന്ത്യൻ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാവുന്ന കഫേകൾ, ഭക്ഷണശാലകൾ തുടങ്ങിയവ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നവയാണ്. അതിനാൽ തന്നെ ഇതെല്ലാം തന്നെ മറ്റ് വ്യക്തികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ കേന്ദ്രം ഇതിലൂടെ തന്നെ ലക്ഷ്യം വെക്കുന്നത്. അബുദാബിയിൽ പ്രവർത്തിച്ചു വരുന്ന മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ശിലാക്ഷേത്രമായ VAPS ഹിന്ദു മന്ദിറിന് ശേഷം മറ്റൊരു സാംസ്കാരിക മുദ്രയായി തന്നെ ഹൗസ് ഓഫ് ഇന്ത്യ മാറുമെന്നും വ്യക്തമാക്കുകയാണ്. ഈ കേന്ദ്രം തുറക്കുന്നതോടുകൂടി തന്നെ UAEയിലെ ഇന്ത്യക്കാർക്ക് പൈതൃകം ആഘോഷിക്കാനുള്ള സ്ഥിരം വേദിയായി തന്നെ ഇത് മാറുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2032 തന്നെ ഉഭയകക്ഷി വ്യാപാരം $20,000 കോടി തന്നെ വർദ്ധിക്കുക എന്നതാണ് ഇതിലൂടെ തന്നെ ലക്ഷ്യം വെക്കുന്നതെന്നും ഇന്ത്യയും UAEയും തമ്മിലുള്ള ഒട്ടേറെ തന്ത്രപ്രധാന കരാറുകളും ഇതിലൂടെ തന്നെ ഒപ്പുവെക്കുകയും വ്യാപാരവും നിക്ഷേപവും തൊഴിലവസരവും ശക്തിപ്പെടുത്താൻ ഇത് സഹായകരമാകുമെന്നും ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 10 വർഷത്തെ LNG വിതരണ കരാർ ഈ കൂടിക്കാഴ്ചയിൽ പ്രഖ്യാപിക്കപ്പെട്ടു എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും അതേപോലെ തന്നെ അഡ്നോ ഗ്യാസും തമ്മിലുള്ള ഈ കരാർ പ്രകാരം 2028 മുതൽ പ്രതിവർഷം 0.5 ദശലക്ഷം ടൺ അതെല്ലാം തന്നെ പ്രത്യേക വാതകം ഇന്ത്യയിലേക്ക് ലഭ്യമാക്കും. ഇന്ത്യയുടെ ഊർജ സുരക്ഷ ഉറപ്പാക്കുവാനും വർദ്ധിച്ചു വരുന്ന ഊർജ വശ്യങ്ങൾ അത് നിറവേറ്റുവാനും ഈ കരാർ സഹായകരമാകും. സാമ്പത്തിക മേഖലയിലും വലിയ ലക്ഷ്യങ്ങളാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. 2032 ആകുന്നതോടുകൂടി തന്നെ $20,000 കോടി വ്യാപാരമാണ് ലക്ഷ്യമിടുന്നത്. ഭാരത് മാർട്ട്, വെർച്വൽ വാണിജ്യ ഇടനാഴി, ഭാരത് ആഫ്രിക്ക സേതു തുടങ്ങിയ പുതിയ വിപണി സംവിധാനങ്ങളുടെയും വ്യാപാര ബന്ധം ഇതിലൂടെ തന്നെ കൂടുതൽ ശക്തിപ്പെടുത്തും. ആദ്യമായി തന്നെ ആണവ സഹകരണ മേഖലയിലേക്കും ഇരു രാജ്യങ്ങളും കടക്കുകയാണ് എന്നതാണ് ഇവിടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത്യാധുനിക ആണവ സാങ്കേതിക വിദ്യകൾ, അതുപോലെ തന്നെ സ്മോൾ മൊഡ്യുലാർ റിയാക്ടറുകൾ എന്നിവ വികസിപ്പിക്കുന്നതിലും ഇരു രാജ്യങ്ങളും സഹകരിക്കാൻ തീരുമാനമായിരിക്കുകയാണ് എന്നതും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.